ഹായ് ഫ്രണ്ട്സ്, യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ധനുഷ് പ്രതികാരം തീർക്കുന്നു, ആഞ്ഞടിച്ച് നയൻതാര. ഡോക്യുമെൻ്ററി വൈകിയതിനെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. നടൻ ധനുഷിനെതിരെ ഗുരുതര ആരോപണങ്ങൾ പുറത്തുവിട്ട നയൻതാര. തനിക്കും ഭർത്താവ് സംവിധായകനുമായ വിഘ്നേഷ് ശിവനെതിരെ ധനുഷ് പ്രതികാരം തീർക്കുമെന്നാണ് നയൻതാര ആരോപിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്ന തുറന്ന കത്തിലാണ് ധനുഷിനെതിരെ നടി സംസാരിക്കുന്നത്. നയൻതാര വിഘ്നേഷ് വിവാഹ സമയത്തോട് അനുബന്ധിച്ച് നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കാനിരുന്ന നയൻതാരയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി വൈകിയതിനാണ് നടനാണ് കാരണമെന്ന് നയൻതാര ഈ കുറിപ്പിൽ പറയുന്നു. നയൻതാര ബിയോണ്ട് ദ ഫെയർടെയിൽ എന്ന ഡോക്യുമെൻ്ററി നാനിയും റൗഡിദാൻ എന്ന ചിത്രത്തിലെ രംഗങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ ധനുഷ് എടുത്ത നീക്കമാണ് ഡോക്യുമെൻ്ററി ഇത്രയും വൈകാൻ കാരണമായെന്നും നയൻതാര പറയുന്നു. 2022 നയൻതാരയുടെ വിവാഹം. ഇപ്പോൾ 2 വർഷത്തിലേക്ക് കഴിഞ്ഞാണ് ഡോക്യുമെൻ്ററി റിലീസിന് ഒരുങ്ങുന്നത്. വിഘ്നേഷ് സംവിധാനം ചെയ്യുന്ന നയൻതാര പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നാനും റൗഡിദാൻ നിർമ്മിച്ചത് ധനുഷായിരുന്നു. ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ചാണ് പ്രണയത്തിലാകുന്നതെന്ന് നയൻതാരയും വിഘ്നേഷും പറഞ്ഞിട്ടുണ്ട്. ഡോക്യുമെൻ്ററി പ്രൊമോയിലും ഇരുവരും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. നയൻതാരയുടെ കരിയറും ജീവിതവും പ്രതിപാദിക്കുന്ന ഈ ഡോക്യുമെൻ്ററി നാനും റൗഡിദാൻ എന്ന ചിത്രത്തിലെ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നതിനായി ധനുഷിനെ സമീപിച്ചെങ്കിലും എന്നാൽ ധനുഷ് NOC തരാതെ വൈകിപ്പിച്ചുവെന്ന് നയൻതാര പറയുന്നു. പലതവണ ആവശ്യപ്പെട്ടിട്ടും സിനിമയുടെ ചിത്രങ്ങൾ പോലും ഉപയോഗിക്കാൻ ധനുഷ് സമ്മതം നൽകിയിട്ടില്ലെന്ന്, ഇതാണ് ഡോക്യുമെൻ്ററി വൈകാൻ പിന്നീട് എഡിറ്റ് ചെയ്തതെന്നും കാരണമായെന്നും നടി പറയുന്നു. ഇപ്പോൾ ഡോക്യുമെൻ്ററിയുടെ ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ ധനുഷ് 10 കോടി ആവശ്യപ്പെട്ടുകൊണ്ട് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണെന്ന് നയൻതാര പറയുന്നു. നാനും റൗഡിദാൻ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ചിലർ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ വീഡിയോകൾ 3 സെക്കൻഡ് സമയം ഡോക്യുമെൻ്ററിയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരിലാണ് ധനുഷ് നോട്ടീസ് അയച്ചിരിക്കുന്നതെന്ന് നയൻതാര കത്തിൽ പറയുന്നു. നാനും റൗഡിദാൻ സിനിമയുടെ സമയത്ത് ധനുഷിൻ്റെ ഭാഗത്തു നിന്നും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായെന്നും സിനിമ ഇഷ്ടപ്പെടാതിരുന്ന ധനുഷ് പിന്നീട് ചിത്രത്തിനുണ്ടായ വലിയ വിജയത്തിൽ അസ്വസ്ഥനായെന്നും നയൻതാര വെളിപ്പെടുത്തി.